തായ്ലാൻഡ്. ഞങ്ങൾ ആദ്യം നേരെ പോയത് ഫൂക്കറ്റിലേക്കായിരുന്നു. ഡേ 1 ആദ്യം ഞങ്ങൾ നേരെ ഇവനെ കാണാൻ പോയി. 1300 തായ് ബാത്ത് ആയിരുന്നു ഈ ഒരു ഫോട്ടോയുടെ വില. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എക്സ്വെഞ്ചർ ഷൂട്ടിംഗ് റേഞ്ചിലേക്കായിരുന്നു. ഫൂക്കറ്റിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സൺസെറ്റ് സ്പോട്ടാണ് പ്രോംതേപ് കേവ്. ഡേ 2 ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടായിരുന്നു എലിഫന്റ് പാർക്ക്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും എലിഫന്റ് ലവേഴ്സിന് പറ്റിയ ഒരു സ്പോട്ടാണിത്. ഫൂക്കറ്റിലെ ഫേമസ് ആയിട്ടുള്ള ഒരു നൈറ്റ് സ്പോട്ടാണ് പത്തോങ് ബീച്ചിലെ വാക്കിംഗ് സ്ട്രീറ്റ്. ഇവിടുത്തെ ഇല്യൂഷൻ ലോകത്തിലെ തന്നെ മികച്ച പബ്ബുകളിൽ ഒന്നാണ്. ഡേ 3 ഞങ്ങൾ നേരെ ഫൂക്കറ്റിൽ നിന്ന് ഫിഫിയിലേക്ക് പോവാണ്. പെട്ടെന്ന് എത്താൻ വേണ്ടി ഞങ്ങൾ സ്പീഡ് ബോട്ട് ആയിരുന്നു ചൂസ് ചെയ്തത്. അങ്ങനെ ഫിഫി എത്തി ഗൈസ്. ബട്ട് ഞങ്ങളുടെ സ്റ്റേ കുറച്ച് മാറിയിട്ടായിരുന്നു. സോ ഇവിടുന്ന് വീണ്ടും ബോട്ട് എടുത്ത് പോകണം. ബട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ റിസോർട്ടിലെ ആൾക്കാർ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ബൈക്ക് ടാക്സി ആക്ച്വലി ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. റിസോർട്ട് എത്തി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ ഫിഫി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്നോർക്ലിംഗ് ആണ്. ഫിഫിയിലെ സ്നോർക്ലിംഗ് ആക്ച്വലി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഇതാണ് വൈക്കിങ്സ് തമ്പടിച്ചിരുന്ന വൈക്കിങ്സ് കേവ്. ഡികാപ്രിയോന്റെ ബീച്ച് എന്ന മൂവിയിലൂടെ ഫേമസ് ആയ മായാബേ ആയിരുന്നു ഞങ്ങളുടെ അടുത്ത സ്പോട്ട്. ഫിഫിയിലെ ഈ സൺസെറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് സൺസെറ്റ്സ് ഐ ഹാവ് എവർ സീൻ എന്ന് പറയേണ്ടി വരും. ഡേ 4 ഞങ്ങൾ അങ്ങനെ വീണ്ടും സ്പീഡ് ബോട്ട് എടുത്ത് ഫിഫിന്ന് ക്രാബിയിലേക്ക് പോവാണ്. ക്രാബിയിലെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇവിടുത്തെ ബീച്ചസിലെ ഫയർ ഷോസ്. നിങ്ങൾ ഇൻ കേസ് ക്രാബിയിൽ പോവുകയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് ആണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഡേ 5 ഞങ്ങൾ ഞങ്ങളുടെ ഐറ്റിനറിയിലെ അവസാന ബീച്ചിലേക്ക് പോവാണ്. ഇതാണ് റെയിലേ ബീച്ച്. ആൻഡ് ബൈ ബൈ ടു ക്രാബി. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.